20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ PV അൻവർ ഒപ്പമുണ്ടാകുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് വെല്ലുവിളിയാകില്ലെന്നും അനിൽകുമാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത് പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിനാണ്. വന്യമൃഗശല്യം, ജില്ലയിലെ ന്യൂനപക്ഷങ്ങളോടുള്ള അവഗണന തുടങ്ങിയ വിഷയങ്ങളാണ് അൻവർ ഉയർത്തിയത്. അതിനാൽ തന്നെ UDFും അൻവറും ഒന്നിച്ചായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉണ്ടാവുക. PV അൻവറുമായി ഇതിനകം ആശയവിനിമയം നടത്തി കഴിഞ്ഞുവെന്ന സൂചനയും അനിൽകുമാർ നൽകി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം സ്വാഭാവികമായും നമുക്ക് അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്താണെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷെ അദ്ദേഹത്തിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എന്തിന്റെ പേരിലാണ് രാജിവെച്ചത്? ഈ ഗവൺമെന്റിനോട് അഭിപ്രായ വ്യത്യാസം, മുഖ്യമന്ത്രിയോടുള്ള അഭിപ്രായ വ്യത്യാസം, ന്യൂനപക്ഷ സമൂഹത്തിനോട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് മലപ്പുറം ജില്ലയിലെ പോലീസ് സംവിധാനം അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും നടത്തുന്ന അഴിമതിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെയൊക്കെ പേരിലല്ലേ അദ്ദേഹം രാജിവെച്ചത്? അതൊരു പോരാട്ടമല്ലേ? ആ പോരാട്ടത്തിന്റെ ഇടയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശക്തമായ ഒരു തിരിച്ചടി പിണറായി വിജയൻ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം. 2 മാസമായി സ്ഥാനാർത്ഥിക്കായി CPM തിരച്ചിലിലായിരുന്നു. CPM സമീപിച്ച നേതാക്കളുടെ പേരുകൾ എഴുതാൻ തന്നെ ഒരു ബുക്ക് വേണ്ടിവരും. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കേണ്ടി വന്നു എന്നത് വ്യക്തമായിരിക്കുകയാണ്. വന്യമൃഗശല്യം, ദേശീയപാത തകർച്ച തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഉയർത്തിയാകും UDF പ്രചരണം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.